82 വർഷം ആയുസ്സുള്ളതും വെറും 10 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജുമാകുന്ന ഇൻലോങ് കമ്പനിയുടെ LTO ബാറ്ററീസിനെ കുറിച്ചാട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ലിഥിയം അയൺ അല്ലെങ്കിൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമുക്ക് ഈ LTO ബാറ്ററീസ് തരുന്നതെന്ന് നോക്കാം. എന്താണ് ഈ LTO ബാറ്ററീസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ലിഥിയം അയൺ ബാറ്ററീസിൽ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. എന്നാൽ ഇവിടെ LTO ബാറ്ററിയിൽ നോക്കുകയാണെങ്കിൽ ലിഥിയം ടൈറ്റാനൈറ്റ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മികച്ച ഗുണങ്ങളും വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നു. ഒന്നാമത്തെ എടുത്തു പറയാവുന്ന അതിൻ്റെ സുരക്ഷ തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ റോഡുകളിൽ ഇലക്ട്രിക് വണ്ടികളിൽ നിന്ന് കത്തുന്നതെല്ലാം നമ്മൾ നിത്യം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ LTO ബാറ്ററികളെ നോക്കുകയാണെങ്കിൽ അവർ നിരവധി ടെസ്റ്റുകൾ, അതായത് കട്ടിംഗ് ടെസ്റ്റ്, ഡ്രില്ലിംഗ് ടെസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റ്, ഡ്രോപ്പിംഗ് ടെസ്റ്റ്, ഇതെല്ലാം ചെയ്യുമ്പോഴും തന്നെ ഇത് യാതൊരു ഇഷ്യൂസുകളും ഇല്ല എന്ന് തന്നെയാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ലൈഫ് തന്നെയാണ്. അതായത് 30,000 സൈക്കിളാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. സൈക്കിൾ മീൻസ് അതിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെ 30,000 തവണ അത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററീസ് 1000 മുതൽ 3000 വരെയൊക്കെയാണ് അതിൻ്റെ ചാർജിങ് സൈക്കിൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 30,000 സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു തവണയാണ് ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 82 വർഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ വെറും 10 മിനിറ്റ് മതി ഇത് 80% ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കോഫി കുടിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഫുൾ ചാർജ് ആയി കിട്ടും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഗുണം എന്ന് പറയുന്നതിൻ്റെ ഹയർ പവർ ഡെൻസിറ്റിയാണ്. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് വലിയ തോതിലൊരു പവർ നൽകാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകത ഇത് വ്യത്യസ്തമായ ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് -40 ഡിഗ്രി മുതൽ +60 ഡിഗ്രി വരെ ഏത് ടെമ്പറേച്ചറിലും ഇത് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രാജ്യങ്ങളിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇത് മറ്റ് ബാറ്ററിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 2 ടൈപ്പിലാണ് നമുക്ക് ഈ ബാറ്ററി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിലിണ്ടറിക്കൽ ടൈപ്പിലും 2 പ്രിസ്മാറ്റിക് ടൈപ്പിലും. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ബാറ്ററിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ ലെങ്ത്തും 6.6 ഡയാമീറ്ററുമാണ് വരുന്നത്. 30Ah to 40Ah ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാറ്ററിയുടെ 2 സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോൾട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സ്റ്റോറേജ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.3 വോൾട്ടേജ് ആണ് നമുക്കൊരു സിംഗിൾ ഷെൽ അല്ലെങ്കിൽ സിംഗിൾ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 40Ah ബാറ്ററി, നമുക്കൊരു 3 ബാറ്ററിയെ നമ്മൾ പാരലൽ ചെയ്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 120Ah ആംബിയർ കിട്ടി. അപ്പോൾ ഇതേപോലത്തെ ഒരു 6 സെറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 വോൾട്ട് അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് നമുക്ക് ഒരു ബാറ്ററി ഷെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാവർക്കും അറിയേണ്ടതിൻ്റെ പ്രൈസ് തന്നെ ആയിരിക്കും. കാരണം പ്രൈസ് വൈസ് നോക്കുമ്പോൾ കുറച്ച് ഹയർ പ്രൈസ് തന്നെയാണ്. നമുക്ക് ആലിബാബ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് എന്ന വെബ്സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രൈസ് കാണാൻ സാധിക്കും. ഏകദേശം 3000 അല്ലെങ്കിൽ 3000 ഉള്ളിലാണ് നമുക്ക് ഒരു ഷെല്ലിൻ്റെ പ്രൈസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈറ്റ് വഴി നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് വെൻഡേഴ്സ് ആരെങ്കിലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കിട്ടാവുന്നതാണ്. നല്ലൊരു ബാറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ BMS സർക്യൂട്ടുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വീടുകളിലും അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും വണ്ടികളിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിലവിൽ ഇത് ഇലക്ട്രിക് ബസ്സുകളിലും മറ്റ് പവർ ഗ്രിഡുകളിലും ഇതിലെല്ലാം തന്നെ ഇത് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നു. അബുദാബി ഗവൺമെൻറ് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ പവർ ഗ്രിഡ് ആപ്ലിക്കേഷനിൽ ഹിറ്റാച്ചി ABB ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടും വർക്ക് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.